ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു തന്തൂരി ചിക്കൻ മന്തി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഓവനിൽ ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ മന്തി മസാല എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനെഗറും ആവശ്യത്തിന് ഉപ്പും ഒലീവ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മസാല ഇതിലോട്ടേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അടുത്തതായി ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഓനിയൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഓവനിൽ വെക്കാൻ പറ്റിയ ഇതുപോലൊരു വലിയ പാത്രം എടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഞാൻ ഈ ഫ്രൈഡ് ഓനിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 5-6 ഗ്രാമ്പൂവും ഏലക്കയും ആവശ്യത്തിന് കുരുമുളകും പട്ടയും ഒരു ഡ്രൈ ലെമണും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബസ്മതി റൈസാണ്. ഇതൊരു 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ വരും റൈസിന്. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഇതിലിതുപോലെ നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു 250 ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ചെയ്തെടുക്കും. 1 hour later. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മന്തിക്കൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ കത്തിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഇതിന് അകത്തായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.